ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ മുന്നേ ഇട്ടിരുന്ന വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. കുറേ ആൾക്കാർ പറഞ്ഞു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് ഇരുന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. എനിവേയ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, ഇപ്പം എനിക്കറിയാലോ, ട്രിപ്ലെറ്റ്സ് ആണ്. എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പൊ അവർക്കിപ്പോ 1 വയസ്സായി. അപ്പോൾ ഇത്രയും നാളും അവർക്ക് കൊടുത്തിരുന്ന പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് അവർക്ക് കൊടുത്തിരുന്ന ഫീഡ് ഏതാണ്, യൂസ് ചെയ്തിരുന്ന ഡയപ്പർ ഏതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഡയപ്പർ ഏതാണ്, പിന്നെ സ്കിന്നിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഫീഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 3.5 months വരെ പാല് കൊടുത്തായിരുന്നു. പക്ഷെ പിന്നെ പാല് ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് സ്റ്റോപ്പ് ആക്കി. അപ്പോൾ ഇവർ ജനിച്ചപ്പോൾ മുതൽ തന്നെ ഫീഡ് കൊടുക്കുന്നുണ്ട്. അന്ന് കൊടുത്തിരുന്നത് സിമിലാക്കാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നാനിലോട്ട് മാറി. പക്ഷെ അത് ഇവർക്ക് ഒരു ദിവസം എന്തോ കൊടുത്തതേ ഉള്ളവർക്ക് ഭയങ്കര അലർജിയും കാര്യങ്ങളൊക്കെ ഛർദ്ദിച്ചു. പിന്നെ ഞങ്ങൾ ഇന്ന് വരെ കൊടുത്തോണ്ടിരിക്കുന്നത് ലാക്ടോജൻ ആണ്. ലാക്ടോജൻ കൊടുത്തിട്ട് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇതുവരെ ദിവസമായിട്ട് വന്നിട്ടില്ല. ഓക്കെ, അതാണ് ഫീഡ്. പിന്നെ ഇവരിപ്പോ എത്ര നേരം ഫീഡ് എടുക്കുമെന്ന് ചോദിച്ചാൽ ഇവര് രാവിലെ പകൽ സമയത്ത് എടുക്കുന്ന ഫീഡ് വളരെ കുറവാണ് ഇപ്പോൾ, സോളിഡ് ഫുഡ് കൊടുക്കുന്നത് കൊണ്ട്. പിന്നെ ഇവര് രാത്രി ഒരു 1-2 പ്രാവശ്യമൊക്കെ എണീറ്റ് ഫോമുല എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഡയപ്പറിന്റെ കാര്യമാണ്. ഡയപ്പർ ഞങ്ങൾ ആദ്യം തൊട്ടേ ഇപ്പൊ വരെയും യൂസ് ചെയ്യുന്നത് ഹഗ്ഗീസിന്റെ ഡയപ്പറാണ്. അഫോർഡബിൾ ആണ്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് രാത്രിയൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രോഡക്ട്സുകൾ, ബേബി പ്രോഡക്റ്റ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഞാനെപ്പോഴും ബേബിയുടെ സ്കിന്നിന് ഹാം വരാത്തതും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഹിമാലയ എനിക്ക് പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം 1 year ആയിട്ട് എൻ്റെ ബേബീസിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി ലോഷനും ഹിമാലയയുടെ സോപ്പും പിന്നെ ഹിമാലയയുടെ പൗഡറും ഒക്കെയാണ്. പ്രോബ്ലം ആയിട്ട് എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ ഷാമ്പു യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഷാമ്പു വളരെ, എനിക്ക് തോന്നുന്നു, താളി ചെമ്പരത്തിയുടെ ഇല ജസ്റ്റ് പിഴിഞ്ഞിട്ട് അങ്ങനെ ഷാമ്പു ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എണ്ണ തേക്കുന്നത് ഞങ്ങൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്ന് മേടിക്കുന്ന എണ്ണയാണ് ഉപയോഗിക്കാറ്. ദേഹത്തും തലയിലും അവിടെ നിന്ന് മേടിച്ച് തേക്കാറ്. ഇതൊക്കെയാണ് ബേബീസിന് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രോഡക്റ്റ് ഒന്നും ദേഹത്തും തലയിലും ഒന്നും പുരട്ടാറില്ല. പിന്നെ ഇനി പയർ പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേക്കണം എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ പിന്നെ ഞാനങ്ങനെ കരിയൊന്നും വരയ്ക്കുന്ന കൂട്ടത്തിലല്ല ബേബീസിന്. പിന്നെ ഇവിടെ നോക്കുന്ന ആൻറ്റിയാണ് വരയ്ക്കുന്നത്. എനിക്കതിനോട് പേഴ്സണലി താല്പര്യമില്ല. അത് വീട്ടുകാരൊക്കെ വഴക്ക് പറയും കരി വരയ്ക്കണം എന്നൊക്കെ. പക്ഷെ എനിക്കതിനോട് പേഴ്സണലി താല്പര്യമില്ല. അത് ഞാൻ എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് മദർ സ്പർശ് എന്ന് പറയുന്ന ഒരു പേജിന്റെ ഐ മേക്കപ്പ് അല്ല, കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതൊക്കെയാണ്. പിന്നെ 5-ാം മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഇവർക്ക് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങി. ഞങ്ങള് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാ കൊടുക്കുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര പാടായിരുന്നു കഴിക്കാൻ. പക്ഷെ ഇപ്പം എങ്ങനെയൊക്കെയോ കഴിച്ചു പോകുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞു ഹിമാലയയുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്, കാരണം അത് ഒട്ടും നല്ലതല്ല എന്ന്. പക്ഷെ എനിക്ക് ഇതുവരെയായിട്ടും എൻ്റെ ബേബീസിന് അങ്ങനെ പ്രശ്നമൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.